സണ്ണി ജോസഫ് എം എൽ എ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, ഈ കെ സുരേന്ദ്രൻ പറഞ്ഞത് കൂടുതൽ സ്വതന്ത്ര ചിന്താഗതിക്കാർ വരുന്നു എന്നുള്ളതാണ്. അവർ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ അത് കിട്ടുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ന്യൂസ് 18നോടായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ക്രൈസ്തവർക്കിടയിൽ അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടോ ശ്രീ സണ്ണി ജോസഫ്? സുരേന്ദ്രന് സ്വപ്നം കാണാനുള്ള അവകാശം ഞാൻ നിഷേധിക്കുന്നില്ല. എല്ലാ വോട്ടും കിട്ടുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം, അതിൽ കിട്ടില്ല. പക്ഷെ എന്തടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഈ നമ്മുടെ രാജ്യത്തല്ലേ മണിപ്പൂര്, ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങള് ലോകം മുഴുവൻ ചർച്ചയായിട്ടില്ലേ? യൂറോപ്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്തില്ലേ? വിദേശ രാജ്യങ്ങളിലൊക്കെ ചർച്ചയായില്ലേ? ഇവിടെ ക്രൈസ്തവരുടെ അത് വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടില്ലേ? ന്യൂനപക്ഷങ്ങളോട് പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം BJPയുടെ എന്താണെന്ന് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അറിയാം, ക്രൈസ്തവർക്കും അറിയാം. അതില് സുരേഷ് ഗോപി മാതാവിനെ ഒരു കിരീടം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജയിച്ച 10 ലക്ഷം രൂപ നേർച്ച നടന്നുകൊണ്ടോ ഒന്നും ഈ ജനങ്ങളുടെ മനസ്സ് മാറില്ല. അവർക്ക് നന്നായിട്ട് കേരളത്തിലെ പൊതുസമൂഹം നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഈ മണിപ്പൂർ വിഷയം വലിയ വിവാദമായി നിലനിൽക്കുന്നു എന്നുള്ളത് ശരി തന്നെ. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദീപികയുടെ മുഖപ്രസംഗം ഉൾപ്പെടെ കോട്ട് ചെയ്യാം, ആ സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാനും നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്താനും ഒക്കെയുള്ള ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരു പക്ഷേ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു നരേന്ദ്രമോദി ഈ ടേമിൽ. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ NDAയുടെ കണക്കുകൂട്ടലിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നാണോ? മണിപ്പൂർ മണിപ്പൂർ അദ്ദേഹം അവിടെ പോയോ? സ്റ്റേറ്റിൽ പോയോ? എന്തൊക്കെ നടപടി സ്വീകരിച്ചോ? അദ്ദേഹത്തിന്റെ കാപട്യം വിവരമുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ലീഡർഷിപ്പും വളരെ വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ്, വളരെ പക്വതയുള്ളവരാണ്. ജനവിഭാഗങ്ങൾ അതിനേക്കാൾ പ്രതികരണ ശേഷിയുള്ളവരാണ്. They will react against the present central government, definitely. ശരി, വളരെ നന്ദി ശ്രീ സണ്ണി ജോസഫ് എം എൽ എ പ്രതികരിച്ചെന്നാണെങ്കിലും BJP